പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് DC ബുക്സുകാർ കൊല്ലത്ത് വെച്ച് നടത്തിയ ഒരു ബുക്ക് ഫെസ്റ്റിവലിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ആ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ പേര് പുസ്തകചന്ത എന്നാണ് അവർ ആ ബുക്ക് ഫെസ്റ്റിവലിന് പേരിട്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് 2 സെക്ഷനായിട്ട്, അതായത് പുതിയ പുസ്തകങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും പഴയ പുസ്തകങ്ങൾക്ക് 30 തൊട്ട് 70% വരെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് 2 സെക്ഷനായിട്ട് അവർ പുസ്തകങ്ങൾ ഒരു ബുക്ക് ഫെസ്റ്റിവൽ നടത്തിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോവുകയും അവിടെ നിന്ന് വാങ്ങിയ പുസ്തകങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി. ആ വീഡിയോയുടെ തന്നെ എന്താ പറയുക, ആ പ്രോഗ്രാമിന് തന്നെ ഞാൻ വാങ്ങിയ 2 മാഗസീനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം 30% തൊട്ട് 70% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സെക്ഷനായിട്ടാണ് പഴയ പുസ്തകങ്ങളെല്ലാം അവർ വെച്ചിരുന്നത്. അപ്പോൾ ആ സെക്ഷനിൽ നിന്ന് ഞാൻ പുസ്തകങ്ങൾ വാങ്ങി എന്താ പറയുന്നത്, പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ ബില്ലടിച്ച സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു. അതായത് DC ബുക്സാർ നടത്തുന്ന ഒരു മാസികയാണ് എന്താ പറയുക, പച്ചക്കുതിര എന്ന് പറഞ്ഞിട്ടൊരു മാസിക. അപ്പോൾ അത് DC ബുക്സാറുടെ എക്സ്ക്ലൂസീവ് അവരുടെ മാസികയാണ്. അവർ നമുക്ക് വരിക്കാരൊക്കെ ആവാം, പക്ഷേ DC ബുക്സാർ ഇറക്കുന്ന ഒരു മാസികയാണ്, കലാ സാംസ്കാരിക മാസികയാണ് പച്ചക്കുതിര. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പച്ചക്കുതിര ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പച്ചക്കുതിര എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതും കൂടെ ബില്ലടിക്കുന്നതിന് മുമ്പ് ഇതും കൂടെ ഒന്ന് അടിച്ചേക്കണേ, എനിക്ക് വാങ്ങിക്കാനാണ്. അപ്പോൾ കുഴപ്പമില്ല, അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർ 2 പച്ചക്കുതിര, അതായത് 2 എന്താ പറയുക മാസിക എനിക്ക് തന്നു. അതായത് 2 മാസത്തെ മാസിക തന്നു. അപ്പോൾ ഞാൻ എൻ്റെ വിചാരം ഇത് പുതിയ മാസികയാണ്. അതായത് ഈ പ്രോഗ്രാം നടക്കുന്നത് 2025 ഓഗസ്റ്റിലാണ്. അപ്പോൾ ഓഗസ്റ്റിലെയും പിന്നെ തൊട്ട് മുമ്പുള്ള ജൂലൈ മാസത്തിലെയും മാസിക എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം അത് നോക്കിയില്ല. ഞാൻ അവർക്ക് തന്നത് വാങ്ങി വെച്ചു. അവർ പറഞ്ഞത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പം ഫ്രീ ആയിട്ടാണ് ഈ പച്ചക്കുതിര മാസികകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 2 മാസികയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പഴയ മാസികകളാണ്. അതായത് അവരെ അച്ചടിച്ചിട്ട് ബാക്കിയിരുന്ന പഴയ കഴിഞ്ഞ വർഷത്തെ ചില മാസങ്ങളിലെ പഴയ മാസികയാണ് അവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ വന്ന് പുസ്തകം വാങ്ങിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് 2025 ഓഗസ്റ്റിലാണ് എനിക്ക് ഈ മാസികകൾ കിട്ടുന്നത്. പക്ഷേ ഇത് മാസികകൾ കഴിഞ്ഞ വർഷത്തെ മാസികകളാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. കിട്ടിയത് ഈ വർഷമാണെങ്കിൽ പോലും 2025 പോലും. അപ്പോൾ ആദ്യമായിട്ട് 2024 ജൂണിലെ പച്ചക്കുതിരയാണ്. അപ്പം ഇതാണ് 2024 ജൂൺ മാസത്തിലെ പച്ചക്കുതിര. 2024 കേട്ടോ പച്ചക്കുതിര. അപ്പോൾ ഇതാണ് പച്ചക്കുതിര. അപ്പോൾ ഇത് മഞ്ഞ കളറിലുള്ള ഒരു സംഭവമാണ്. ഒരു നല്ലൊരു മോഡേൺ ആർട്ടുണ്ട്. പ്ലസ് ഉന്മാദങ്ങൾ എന്നാണ് എന്താ പറയുക കവർ സ്റ്റോറി. S. ശാരദക്കുട്ടി, GP രാമചന്ദ്രൻ, സീന പനോളി, ഇങ്ങനെ 3 പേരാണത് എഴുതിയിട്ടുള്ളത്. കഥ എഴുതിയിട്ടുണ്ട് ആലീസ് മൺറോയും ബിജു CP എഴുതിയ കഥ. അതുകൂടാതെ മറ്റ് ഇതിനകത്ത് എഴുതുന്ന ആൾക്കാരുടെ പേര് കൊടുത്തിരിക്കുന്നു. ഹാൻസ് മാഗ്നൂസ് എൻസെൻസ് ബർഗർ, മാങ്ങാട് രത്നാകരൻ, VK അനിൽകുമാർ, കരുണാകരൻ, അസീം താനിമൂട്, ഷംല ജഫർ, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, ഇങ്ങനെ ഇത്രയും പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് മാതൃഭൂമി അയച്ചതുപോലെ തന്നെ കലാ സാംസ്കാരിക മാസികയാണ്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. ബാക്കി ഇപ്പുറത്തെ ഇതിൽ എന്താ പറയുക കവറിൻ്റെ ബാക്കിലെല്ലാം പരസ്യങ്ങളും മറ്റുമൊക്കെയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം ഒന്ന് വായിക്കാം. എൻ്റെ വിഷാദ കൃതുക്കൾ എഴുതുന്നത് സീന പനോളി. അടുത്തത് സമൂഹം മറുസമൂഹം പ്രതിസമൂഹം എഴുതിയിട്ടുള്ളത് GP രാമചന്ദ്രൻ. അടുത്തത് ഭ്രാന്തിൻ്റെ വർത്തമാനങ്ങൾ എഴുതിയിട്ടുള്ളത് S. ശാരദക്കുട്ടി. കാട്ടുപന്നി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് എഴുതിയിട്ടുള്ളത് VK അനിൽകുമാറാണ്. അപ്പോൾ കാട്ടുപന്നി എന്നുള്ള ആർട്ടിക്കിളിൻ്റെ ഒരു ചെറിയ ബ്ലർബുണ്ട്, അത് ഞാൻ വായിക്കാം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്കിടയിൽ വെടികൊണ്ട പന്നി തെയ്യമായി സ്വന്തം ജനങ്ങളെ അനുഗ്രഹിക്കുന്ന കാഴ്ചയുടെ ആഴവും അർത്ഥവും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അപ്പോൾ അത് അതിൻ്റെ ബ്ലർബാണ് ആ ആർട്ടിക്കിളിൻ്റെ. കാട്ടുപന്നി എന്നാണ് ആർട്ടിക്കിളിൻ്റെ പേര്. എഴുതിയിട്ടുള്ളത് VK അനിൽകുമാർ. ഇതൊരു എന്താ പറയുക സാംസ്കാരികമായ ഒരു വിഷയത്തെ പറ്റിയുള്ള ആർട്ടിക്കിൾ. അടുത്തത് അതിജീവനത്തിൻ്റെ ആശ എഴുതിയിട്ടുള്ള ഹാൻസ് മഗ്നൂസ് എൻസെൻസ് ബർഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത്. ഹാൻസ് അതിജീവനത്തിൻ്റെ ആശ എന്നാണ് ആർട്ടിക്കിളിൻ്റെ പേര്. അതിൻ്റെ ബ്ലർബ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. അതിജീവനത്തിൻ്റെ ആശാനായിരുന്നു നെരൂദ. നെരൂദയെ പറ്റിയുള്ള ആർട്ടിക്കിളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുത്തുകാരൻ്റെ പേരൊക്കെ വായിച്ചപ്പോൾ എന്തോ കടുകട്ടി സംഭവം പോലെ നെരൂദയെ പറ്റിയുള്ളൊരു റൈറ്റപ്പാണ്. പക്ഷേ ഒന്നും കണക്ക് കൂട്ടി ചെയ്യുന്നതായിരുന്നില്ല. ചെയ്യുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയായിരുന്നു, മറ്റു ചിലപ്പോൾ ഒരു മഹാപ്രഭുവും, പക്ഷേ എല്ലായ്പ്പോഴും ഒരു കവിയായിരുന്നു. അപ്പം നെരൂദയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. അടുത്ത ആൽബർട്ട് ഐൻസ്റ്റീനും മലയാളി ഡോക്ടറും.
അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ കെ രാജശേഖരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആർട്ടുകൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ബ്ലർബ്: കോട്ടയത്തുകാരൻ ഡോക്ടർ ജേക്കബ് ചാണ്ടി എന്ന പേര് ഇന്നത്തെ തലമുറ മലയാളികൾക്ക് തീരെ അപരിചിതമാണെന്നറിയാം. ന്യൂറോ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന പ്രായമായവർ കേട്ടിരിക്കും. അത് വെല്ലൂരിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു പഴയ സർജൻ എന്ന് മാത്രം. ജേക്കബ് ചാണ്ടിയും ആൽബർട്ട് ഐൻസ്റ്റീനും തമ്മിലുള്ള ഒരു ബന്ധത്തെ അനാവരണം ചെയ്യുകയാണ് ഈ ലേഖനത്തിൽ. അപ്പോൾ ലേഖനം എഴുതിയിട്ടുള്ളത് ഡോക്ടർ കെ രാജശേഖരൻ നായർ. അടുത്തത് രതി ധർമ്മനാഥൻ്റെ 3 കഥകൾ. കഥ ബിജു CP ആണ് എഴുതിയിട്ടുള്ളത്. വരച്ചിട്ടുള്ളത് തോലിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കഥയ്ക്ക് ഈ പടം വരച്ചിട്ടുള്ളത്. എഴുത്തുമുറി എന്ന കഥയുടെ പേരാണ് എഴുത്തുമുറി. എഴുതിയിട്ടുള്ളത് ആലീസ് മൺട്രോ ആണ് എഴുതിയിട്ടുള്ളത്. വരയിട്ടുള്ള മറിയം ജാസ്മിനാണ് കഥയ്ക്ക് വേണ്ടി പടം വരച്ചിട്ടുള്ളത്. മറ്റേതാണ് തോലിൽ സുരേഷ് എന്ന് പറയുന്ന ആദ്യത്തെ കഥയ്ക്ക് പടം വരച്ച ആളാണ്. അടുത്ത കവിത ചെറുപ്പ് എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നു അസീം താനിമൂട്. വെള്ളിയാഴ്ച എന്ന കവിത എഴുതിയിരിക്കുന്നു കരുണാകരൻ. അടുത്ത വിറ്റാമാൻ നെരൂദ നദീതീരത്ത് എഴുതിയിട്ടുള്ളത് മാങ്ങാട് രത്നാകരൻ എഴുതിയ കവിതയാണ് വിറ്റമാൻ നെരൂദ നദീതീരത്ത്. മഴ നനയുന്ന വീട് ബാലഗോപാലൻ കാഞ്ഞങ്ങാട്. അതാണ് മഴ നനയുന്ന വീട് എന്നുള്ള കവിത എഴുതിയിട്ട്. ഛായാഗ്രാഹി അത് എഴുതിയിട്ടുള്ളത് ഷംല ജഫർ. പിന്നെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള മറുപടിയും പിന്നെ പുസ്തക പച്ച DC ബുക്ക് ഷെൽഫ്. അതായത് പുസ്തക പച്ച എന്ന് വെച്ചാൽ ഈ മാതൃഭൂമിയിലും വരും പുസ്തകങ്ങളെ പറ്റിയുള്ള ചെറിയ റൈറ്റപ്പ്, ഓരോ പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി. അപ്പോൾ അത് രണ്ടുമാണ്. മറുപടിയും പുസ്തക പച്ചയാണ് സ്ഥിരം പങ്ക്തികൾ. ബാക്കിയെല്ലാം ഈ മാസത്തെ ജൂൺ മാസത്തെ ആർട്ടിക്കിളാണ്. 2024 ജൂണിലെ പച്ചക്കുതിര. 2020 ജൂൺ പച്ചക്കുതിര ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാണ് 2024 ജൂൺ മാസത്തിലെ പച്ചക്കുതിര. അത് നല്ല അടിപൊളി നല്ല രീതിയിലിരിക്കുകയാണ്, നല്ല കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അടുത്തതും പച്ചക്കുതിര സെപ്റ്റംബർ 2024. ഇത് വീണ്ടും 2024 പച്ചക്കുതിരയാണ്, സെപ്റ്റംബർ മാസം. കവർ സ്റ്റോറി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റ് സ്ത്രീ ജീവിതം. കൊണ്ടംപള്ളി കോടേശ്വരമ്മ ഗീത രാമസ്വാമി. എനിക്കൊന്ന് കൊണ്ടംപള്ളി കോടേശ്വരമ്മ ഗീത രാമസ്വാമിയെ പറ്റിയുള്ള ആ വ്യക്തികളെ പറ്റിയുള്ള റൈറ്റപ്പ് തോന്നും. എവിടെ നിന്ന് വന്ന കോഴിക്കോട്ടുകാർ എഴുതിയിട്ടുള്ളത് ഖദീജ മുംതാസ്. മഹാദുരന്തങ്ങളും ലോക സാഹിത്യവും എഴുതിയിട്ടുള്ളത് ജോസഫ് കെ ജോബ്. കഥ ബിനോയ് ചന്ദ്രൻ കഥ എഴുതിയിരിക്കുന്ന ആളുടെ പേര് ബിനോയ് ചന്ദ്രൻ. കവിതകൾ എഴുതിയിരിക്കുന്നു MS ബനേഷ്, PM ഗോവിന്ദനുണ്ണി, ദിവാകരൻ വിഷ്ണുമംഗലം. ദുരന്തങ്ങളും മരണഭയവും ജീവൻ ജോബ് തോമസ് എഴുതിയിരിക്കുന്നു. ദുരന്തങ്ങളും മരണഭയവും. മലയാള സിനിമയും പുരുഷ ലൈംഗികതയും എഴുതിയിട്ടുള്ള രാജേഷ് കെ എരുമേലി. PK സുരേന്ദ്രൻ, അബൂബക്കർ കാപ്പാട്. അങ്ങനെ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് ഒന്ന് വായിക്കുന്നതായിരിക്കും. ഉള്ളടക്കം പേജ് ഇത് സെപ്റ്റംബർ 2024, അതായത് കഴിഞ്ഞ വർഷം. അപ്പോൾ ആദ്യം അതിജീവനത്തിൻ്റെ കഥാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ളത് ജോസഫ് കെ ജോബ് എഴുതിയിരിക്കുന്ന അതിജീവനത്തിൻ്റെ കഥാഖ്യാനങ്ങൾ. അതാണ് ഒരു ലേഖനം. കമ്മ്യൂണിസ്റ്റ് സ്ത്രീ അഥവാ ആളൊഴിഞ്ഞ പാലം എഴുതിയിട്ടുള്ളത് ഗീത രാമസ്വാമി. അടുത്തത് ദുരന്തങ്ങളും മരണഭീതിയും എഴുതിയിട്ടുള്ളത് ജീവൻ ജോബ് തോമസ്. അടുത്തത് കോഴിക്കോട്ടുകാരി അത് എഴുതിയിട്ടുള്ളത് ഖദീജ മുംതാസ്. സിനിമയ്ക്കുള്ളിലെ ശരീരാധീനിവേശങ്ങൾ എഴുതിയിട്ടുള്ളത് രാജേഷ് കെ എരുമേലിയാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്തൊരു ചെറിയ ബ്ലർബ് കൊടുത്തിട്ടുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ കമ്പോള യുക്തികളാണ് പുതിയ താരോദയങ്ങൾ രൂപപ്പെടുത്തുന്നതും അവർ വലിയ മൂലധന ഉടമകളായി മാറുന്നതും. അത്രയും ബ്ലർബി കൊടുത്തിരിക്കുന്നു. ബാക്കി നമ്മൾ വായിച്ചു നോക്കണം. അടുത്ത വിജയവാഡയിലെ പ്രജാശക്തി. കൊണ്ടപ്പള്ളി കോടേശ്വരമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ലേഖനം എഴുതിയിട്ടുള്ളത്. വിജയവാഡയിലെ പ്രജാശക്തി എന്നാണ് ലേഖനത്തിൻ്റെ പേര്. അതിൻ്റെ ചെറിയൊരു ബ്ലർബ് കൊടുത്തിരിക്കുന്നു. പാർട്ടി അംഗങ്ങൾ ഗുണ്ടകളെ നേരിടാൻ തീരുമാനിച്ചു. അവർ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനു മുന്നിൽ ഒരു രേഖ വരച്ചു. അത് കടന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ ശിക്ഷിക്കുമെന്ന് ഗുണ്ടകൾക്ക് മുന്നറിയിപ്പ് നൽകി. ഗുണ്ടകളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർക്കോ കൊടികെട്ടിയ കമ്പുകൾ മാത്രം. അടുത്തുള്ള വിറകു കടയിൽ നിന്ന് അവർ കുറേ വിറകു കമ്പുകൾ കൈക്കലാക്കി പൊരുതാൻ തയ്യാറായി. ഇത്രയാണ് ബ്ലർബ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കഥയാണ്. കുട്ടിച്ചാത്തൻ എന്നാണ് കഥയുടെ പേര്. എഴുതിയിട്ടുള്ളത് ബിനോയ് ചന്ദ്രൻ. അതിന് കുട്ടിച്ചാത്തൻ എന്നുള്ള കഥയ്ക്ക് പടം വരച്ചിരിക്കുന്നത് സജീന്ദ്രൻ കറടുക്ക. ബഷീറിൻ്റെ നീലാ കാഴ്ചകൾ അബൂബക്കർ കാപ്പാട് എഴുതിയിരിക്കുന്ന ലേഖനം. നിലവിളികളുടെ മിന്നൽ പിണരുകൾ എഴുതിയിട്ടുള്ളത് PK സുരേന്ദ്രൻ. പിന്നെ കവിത അപ്രത്യക്ഷം എന്ന കവിത എഴുതിയിരിക്കുന്നു MS ബനേഷ്. താത്രി എന്ന കവിത എഴുതിയിരിക്കുന്നു PM ഗോവിന്ദനുണ്ണി. മീനുകൾ എന്ന കവിത എഴുതിയിരിക്കുന്നു ദിവാകരൻ വിഷ്ണുമംഗലം. പിന്നെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള മറുപടിയും പുസ്തകപ്പച്ചയും.
പുസ്തക പച്ച എന്ന് പറഞ്ഞാൽ പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുന്ന പങ്ക്തി. ഇതാണ് സെപ്റ്റംബർ 2024 പച്ചക്കുതിര. ഈ 2 പച്ചക്കുതിരകൾ എനിക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടിയതാണ്. 2025 ഓഗസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്താ പറയുക, DC ബുക്സിൻ്റെ പുസ്തകച്ചന്ത, കൊല്ലത്ത് വെച്ച് നടന്ന പുസ്തകച്ചന്ത എന്ന് പറയുന്ന ബുക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുത്തപ്പോൾ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.